ചേട്ടാ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പ്രചരണ സമയത്ത് തന്നെ ശ്രീധരൻ അവിടെ MLA ഓഫീസ് തുറന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFന് ഒരു 1-sided ഗെയിം ആയിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് അത്ര പന്തിയല്ല UDFനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ അവമതിപ്പ് അവിടെ ഉണ്ട്. അവിടെ UDF ആരെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ രമേശ് പിഷാരടിയിൽ കാര്യങ്ങൾ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. BJP ശോഭാ സുരേന്ദ്രനെ ഇറക്കുന്നു. അപ്പോൾ ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. LDFിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം. സരിൻ ഇറങ്ങുമോ അതോ ആർഷോ ഇറങ്ങുമോ, അങ്ങനെ പല പ്രചരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കും എന്നുള്ളതിൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാലേ എനിക്ക് അതിനകത്തൊരു വിശ്വാസമുള്ളൂ. കാരണം ശോഭാ സുരേന്ദ്രനെ ഇവർ തെക്ക് വടക്കിട്ടടിക്കും. എന്നാൽ ഒരു മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നിൽക്കേ, പാർലമെന്റ് ആയാലും നിയമസഭ ആയാലും. അല്ല, ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നല്ല ഭൂരിപക്ഷം നേടിയ, കായംകുളത്ത് നിയമസഭാ സീറ്റിൽ പരിഗണിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 2,99,000-ലധികം 3 ലക്ഷം. പിന്നെ പ്രേംലാലിന് അറിയാമല്ലോ, പ്രേംലാൽ ആലപ്പുഴക്കാരനല്ലേ. അതെ, കൃത്യമായിട്ട് അവിടുത്തെ രാഷ്ട്രീയം അറിയാവുന്നല്ലേ. ഈ ശോഭാ സുരേന്ദ്രനെ ചിലപ്പോൾ ഇവർ മലപ്പുറത്ത് എവിടെങ്കിലും കൊണ്ട് നിർത്തിയാലും നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല. ജയിക്കണമെന്ന് ഒട്ടും ആഗ്രഹമൊന്നും ഇല്ലേ? അല്ല, ഈ അതിനെനിക്ക് തോന്നുന്നു വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്നതാണോ എന്ന്. കാരണം ശോഭാ സുരേന്ദ്രൻ പോയി നിൽക്കുന്നിടത്ത് BJPക്ക് 10 വോട്ട് കൊടുക്കും. മലപ്പുറത്ത് കൊണ്ടുപോയി നിർത്താൻ, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൊണ്ട് നിർത്താൻ, അവിടെയും BJPക്ക് 10 വോട്ട് കൊടുക്കും. ആകെ ഇളക്കി മറിച്ച് ഈ ഒരു വളക്കൂറുള്ള മണ്ണാക്കി അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, 2016 ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചു. 2011 അന്ന് BJPക്ക് കിട്ടിയത് 20,000-ലധികം വോട്ടാണ്. 2016 ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ 40,000 വോട്ടിലെത്തി എന്നുള്ളതാണ്. പിന്നീട് 2019 മത്സരിച്ചത് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് മത്സരിച്ചു ലോക്സഭയിലേക്ക്. 2,48,000 വോട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് 21 കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. കഴക്കൂട്ടത്ത് മാത്രം വോട്ട് വർദ്ധിപ്പിച്ചില്ല, അല്പം കുറവ് വന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് പിന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ, അതിനു മുമ്പ് അവിടെ മത്സരിച്ചത് 2019 മത്സരിച്ചത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. ഏതാണ്ട് 1,1,4 ലക്ഷം വോട്ടേ അവിടെ നേടിയിട്ടുള്ളൂ രാധാകൃഷ്ണൻ. ഇത് 3 ലക്ഷം വോട്ടാണ് നേടിയത്. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ പേര് എവിടെല്ലാം പറഞ്ഞെന്നറിയാമോ? തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് പറഞ്ഞു, ആലപ്പുഴ ജില്ലയിൽ കായംകുളം പറഞ്ഞു, ഹരിപ്പാട് പറഞ്ഞു, പിന്നെ ചെങ്ങന്നൂര് പറഞ്ഞു, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പറഞ്ഞു, അങ്ങനെ പലയിടങ്ങളും പറഞ്ഞു. ഒടുവിൽ വന്നിട്ട് ഇപ്പോൾ കുറെ നാളായിട്ട് ഈ പാലക്കാടായിരിക്കും മത്സരിക്കുക എന്ന് പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞല്ലോ. പാലക്കാട് ഇവർക്ക് BJPക്ക് ഒരു അനുകൂല സാഹചര്യമാണ്, അനുകൂലമായിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രവും അവർക്കുണ്ട്. പക്ഷെ അവർ വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ പിന്നെ അതായത് 21 തെരഞ്ഞെടുപ്പില് ഈ ശ്രീധരന്റെ ഭൂരിപക്ഷം എത്ര? ശ്രീധരന്റെ അല്ല, ഷാഫി പറമ്പിൽ. ശ്രീധരനായിരുന്നു പ്രധാന എതിരാളി. 3,000-ലധികം വോട്ടിന്റെ 3,859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. രാഷ്ട്രീയ പോരാട്ടം, കടുത്ത രാഷ്ട്രീയ പോരാട്ടം. അവിടെ CPM പുറകിലോട്ട് പോയില്ലേ? അതെ. അതിനു മുമ്പ് മത്സരിച്ചത് കൃഷ്ണദാസ് ആയിരുന്നു, CPMല് ആധികാരികനായിട്ടുള്ള. അപ്പൊ ഇവർക്ക് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ അവിടെ പാലക്കാട് വിഭാഗീയതയുണ്ട് BJPയില്. അതാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ അവിടെ നിർത്തുന്നതിനകത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവർക്കൊരു പ്രതീക്ഷയുള്ളത്, ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടത് അതാണ്. ചേലക്കരയിലും കണ്ടു. ചേലക്കരയിൽ വിജയിച്ചത് CPMന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചതെങ്കിലും ഭൂരിപക്ഷം പ്രദീപിന് 10,000-ലധികം വോട്ടേ ഉള്ളൂ. അവിടെ രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം എത്രയോ വലുതാണ്. പിന്നെ ബാക്കി എല്ലാ ഇടങ്ങളിലും തൃക്കാക്കരയിലായാലും പുതുപ്പള്ളിയിലായാലും നിലമ്പൂരിലും
വൻ ഭൂരിപക്ഷത്തിലല്ലേ UDF വിജയിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ആവേശം അവർക്ക് നിൽപ്പുണ്ട്. ആ ഒരു ആവേശമാണ് പാലക്കാടും ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഷാഫിയും ഒക്കെ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. അതിലാണ് കയറി വന്നത് 18,000-ലധികം വോട്ടിന് ഭൂരിപക്ഷം. നേരത്തെ പിന്നെ പ്രേംലാൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ പിന്നെ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു അവമതിപ്പ്, അത് വലിയ പ്രശ്നം തന്നെയാണ്. ചിലരൊക്കെ ചോദിക്കും, അതിനകത്ത് എന്തിനാണ് ഈ സ്ത്രീകൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് വഴങ്ങി നിന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ചോദ്യം എന്തായാലും ഒരു കോൺഗ്രസിൽ ഒരു മൊത്തത്തിലൊരു പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിനു മുമ്പ് പലരും എൽദോസ് കുന്നപ്പള്ളിയും കോവളത്ത് വിൻസെന്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അവരാരും രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് മാങ്കൂട്ടത്തിലും രാജിവെക്കേണ്ടി വന്നില്ല. പക്ഷെ മാങ്കൂട്ടത്തിൽ ഇനി ഇവിടെ മത്സരിച്ചാലും വിജയസാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഈ അവസരത്തിൽ ശോഭാ സുരേന്ദ്രന് കയറി വരാവുന്ന ഇടമാണ് പാലക്കാട്. പക്ഷേ അത് BJP എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വിചാരിക്കണം. പണ്ടേ ഒരു സ്വഭാവമുണ്ട് BJPക്കാർക്ക്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് വോട്ട് കച്ചവടം നടത്തിയവർ എന്നൊക്കെയാണ്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി. ഇതിനകത്ത് കുറച്ച് മാറ്റം ഉണ്ടായി, ഒന്ന് നന്നാകാൻ തുടങ്ങി. പിന്നെയും കുറച്ചു കാലമൊക്കെ ഇങ്ങനെ ചില ഇടപാടുകളിലൊക്കെ ഇങ്ങനെ പെട്ടു നിന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ BJPക്ക് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ രണ്ടാമതും അവരുടെ കൈകളിൽ വന്നിരിക്കുകയാണ്. അതൊക്കെ അവർക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പാലക്കാട്ട് പൊടി പാറുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അവിടെ കടുത്ത രാഷ്ട്രീയ പോരാട്ടം ഉറപ്പാണ്. പക്ഷേ LDF ക്യാമ്പിൽ ഇപ്പോഴും അനിശ്ചിതത്വം. ആരാണ് സ്ഥാനാർത്ഥി? സരിനെ എന്തുകൊണ്ടാണ് വെട്ടും എന്ന രീതിയിലൊരു സരിനെ വിശ്വസിക്കാൻ പാർട്ടി ഇപ്പോൾ അത്ര തയ്യാറാകുന്നില്ലേ? സരിൻ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ലേ? അതെ, അതായത് സ്ഥാനാർത്ഥി ആകുമെന്ന് കരുതി അതല്ല എന്നറിഞ്ഞപ്പോ തൊട്ടടുത്ത ദിവസം എതിർപ്പാളയത്തിലേക്ക് ചാടി. അപ്പൊ അവർക്കറിയാം ഇത് അവരന്നേരം അത് കൊടുത്തതായി CPM. കാരണം അവർക്കറിയാം അവിടെ ഇനിയും പ്രതീക്ഷയില്ല എന്നുള്ളത്. ഒരു കാലത്ത് പാലക്കാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയല്ലേ. ഇപ്പൊ മുകേഷിനെ എന്തിനാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത്? പ്രേമേന്ദ്രനെതിരെ വേറെ ആളില്ലാത്തതുകൊണ്ട്. അങ്ങനെ ചാവേറാകാൻ പറ്റിയ ആള് മുകേഷ് ആണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. വേറെ ആർക്കും മത്സരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോയി നിന്നു, യാതൊരു ഉളുപ്പുമില്ലാതെ മത്സരിക്കുകയും തോക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 8 നിലയിൽ പൊട്ടി. ഇപ്പൊ ഇവിടെ സരിന് പിന്നെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ട് നിർത്തും? ആർഷോയുടെ പേര് പറയുന്നുണ്ടല്ലേ? അതെ, ആർഷോയാണെങ്കിൽ ഉറപ്പായും രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാക്കാം. ആർഷോ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളൊക്കെ അവിടെയുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. കോളേജിൽ പോകാതെ ഉന്നത ബിരുദം നേടുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും. SFIക്കാരുണ്ടാക്കി വെച്ചിട്ടുള്ള പേരുദോഷം എന്തെല്ലാമാണ് അല്ലേ കോളേജുകളിലെ അധ്യാപകരോടും പ്രിൻസിപ്പളിനോടും ഒക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ അനുകൂലമായ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യം ജയിക്കാൻ പോകുന്നത് BJPയുടെ സീറ്റ് പാലക്കാടായി. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ BJP ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്ത് വരുന്ന ചില കക്ഷികൾ ചില ഒത്തുതീർപ്പുകൾ നടത്താറുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അവിടെ LDFന് വലിയ ഹോപ്പൊന്നും ഇല്ല എന്ന് നമ്മൾ പൊതുവെ വിലയിരുത്തുമ്പോൾ LDF അവിടെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അവിടെയാണ് ഒരു പ്രശ്നം നിൽക്കുന്നത്. ഇതേ സാഹചര്യം തന്നെ നമുക്ക് നേമത്തും ചോദിക്കാവുന്നതാണ്. അവിടെയും വിജയ സാധ്യതയിൽ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കുപോക്കുകൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ പാലക്കാട് എനിക്ക് തോന്നുന്നു അതൊന്നും ഏക്കാൻ വലിയ സാധ്യതയില്ല. കാരണം ശോഭാ സുരേന്ദ്രനോട് ഈ പാർട്ടിക്കപ്പുറമായിട്ട് വ്യക്തിപരമായിട്ട് പലരും വോട്ട് ചെയ്യും. ഒരു ഇളക്കി മറിച്ച് ഇപ്പൊ ആലപ്പുഴയിൽ എന്നൊക്കെ നന്നായിട്ട് പ്രേംലാലിന് അറിയാം. അവിടെ മുഴുവൻ ചെന്നിട്ട് പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഒക്കെ അങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തു. നിങ്ങളുടെ മക്കൾക്ക് ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകണോ? അങ്ങനെ പലതരത്തിലുള്ള വായ്പ ഇതുണ്ടെന്നേ. ഇത് BJPക്കാരെല്ലാം തന്നെ വേണ്ട തരത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വായ്പാ സംവിധാനം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. എത്തുമ്പോൾ അത് പിന്നെ അവർക്ക് ബാങ്കുകളിൽ നേരിട്ട് സമീപിച്ചാൽ പോലും ബാങ്കുകാർ ഇതിനകത്ത് കൈമലർത്തിയൊക്കെ പോവുകയും ചെയ്യും. കാരണം കിട്ടുന്ന വായ്പ 1 ലക്ഷം 1.5 ലക്ഷം ആയിരിക്കും. പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം
വലിയ തുക, വലിയ കാര്യമാണ്. അവർക്ക് ചില സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. BJP-ക്കാർ വേണോ അത് ചെയ്യാൻ? അതുകൊണ്ടാണ് ഒരിക്കൽ സുരേഷ് ബാബു പറഞ്ഞു, പാർട്ടി ഓഫീസുകൾ സേവാ കേന്ദ്രങ്ങളായി മാറണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇടമാകണം. അല്ലാതെ ചുമ്മാ രാവിലെ വന്ന് ഒരു കക്ഷത്തിലൊരു ഡയറിയും വെച്ച് പേപ്പറും വായിച്ച് ജന്മഭൂമിയും വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നതല്ല പാർട്ടി ഓഫീസ്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. ശോഭാ സുരേന്ദ്രൻ അത് ഒരളവ് വരെ ആലപ്പുഴയിൽ നടപ്പിലാക്കി, ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഈ ഓരോ തവണയും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടി നേതൃത്വം ശോഭയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോവുക. ഇനിയെങ്കിലും BJP-ക്ക്, പക്ഷേ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ വന്നാൽ അതൊരു കാഴ്ച തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.